നമുക്ക് 1-ാം അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഈ ലോകത്ത് പലരും ചെയ്യുന്ന വലിയൊരു അബദ്ധത്തെക്കുറിച്ചാണ് ചാണക്യൻ ഇവിടെ താക്കീത് നൽകുന്നത്. കൈപ്പിടിയിലുള്ള ഉറപ്പായ കാര്യങ്ങളെ ഉപേക്ഷിച്ച് ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്കായി ഓടുന്നതിലെ വിഡ്ഢിത്തമാണിതിലെ വിഷയം. 1-ാം അധ്യായം ശ്ലോകം 13. സംസ്കൃത ശ്ലോകം. യോ ധ്രുവാണി പരിത്യജ്യ അധ്രുവാണി നിഷേവതേ ധ്രുവാണി തസ്യ നശ്യന്തി അധ്രുവം നഷ്ടമേവ ച. പദാനുപദ അർത്ഥം: യഹ ആര്, ഏതൊരു വ്യക്തിയാണോ, ധ്രുവാണി ഉറപ്പുള്ള കാര്യങ്ങളെ, അതായത് നിശ്ചിതമായവയെ, പരിത്യജ്യ ഉപേക്ഷിച്ചിട്ട്, ത്യജിച്ചിട്ട്, അധ്രുവാണി ഉറപ്പില്ലാത്ത കാര്യങ്ങളെ, അനിശ്ചിതമായവയെ, നിഷേവതേ സേവിക്കുന്നു, പിന്തുടരുന്നു, തസ്യ അവൻ്റെ, ധ്രുവാണി ഉറപ്പുള്ള കാര്യങ്ങളും, നശ്യന്തി നശിച്ചു പോകുന്നു, അധ്രുവം ഉറപ്പില്ലാത്ത കാര്യങ്ങൾ, നഷ്ടം ഏവച നേരത്തെ തന്നെ നഷ്ടപ്പെട്ടവയുമാണ്. ഗഹനമായ അർത്ഥതലങ്ങൾ. 1. ഭൗതിക അർത്ഥം: നമ്മുടെ കയ്യിൽ നിലവിലുള്ള ഉറപ്പായ അവസരങ്ങളോ ബന്ധങ്ങളോ ഉപേക്ഷിച്ച് ലഭിക്കുമെന്ന യാതൊരു ഉറപ്പുമില്ലാത്ത വലിയ കാര്യങ്ങൾക്കായി പോകുന്നവർക്ക് രണ്ടറ്റവും നഷ്ടമാകും. ഉദാഹരണത്തിന്, മാന്യമായ ഒരു ജോലി ഉപേക്ഷിച്ച് വലിയ ലാഭം കിട്ടുമെന്നാരോ പറഞ്ഞ ബിസിനസ്സിൽ പണം മുടക്കുന്നവൻ ബിസിനസ് പരാജയപ്പെട്ടാൽ കയ്യിലുണ്ടായിരുന്ന ജോലിയും പോയി, പുതിയ ലാഭവുമില്ലാതെ നടുക്കടലിലാകും. കയ്യിലിരിക്കുന്നത് പോവുകയും ചെയ്തു, കിട്ടാനുള്ളത് കിട്ടിയതുമില്ല എന്ന അവസ്ഥയാണിത്. 2. ആത്മീയ അർത്ഥം: ആത്മീയമായി ധ്രുവം എന്നാൽ ശാശ്വതമായ ആത്മാവ് അല്ലെങ്കിൽ ധർമ്മം എന്നാണ് അർത്ഥം. അധ്രുവം എന്നാൽ നശ്വരമായ ലൗകിക സുഖഭോഗങ്ങളാണ്. ശാശ്വതമായ ആത്മജ്ഞാനത്തെയും ധർമ്മത്തെയും ഉപേക്ഷിച്ച് താൽക്കാലികമായ സുഖങ്ങൾക്ക് പിന്നാലെ പോകുന്നവർക്ക് ആത്മീയ ഉന്നതിയും ലഭിക്കില്ല. ഒടുവിൽ ലൗകിക സുഖങ്ങളും അവരെ വിട്ടുപോകും. നമുക്ക് ലഭിക്കുന്ന ഉപദേശം: അമിതമായ അത്യാഗ്രഹം വിവേകത്തെ നശിപ്പിക്കും. ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തണമെന്നല്ല ഇതിനർത്ഥം. മറിച്ച് പുതിയത് തേടുമ്പോൾ നിലവിലുള്ള സുരക്ഷിതത്വം, സെക്യൂരിറ്റി ബലി കഴിക്കരുത് എന്നാണ്. പ്രായോഗിക ബുദ്ധിയോടെ വേണം ഓരോ ചുവടും വയ്ക്കാൻ. ഗുണപാഠ കഥ. നായയും ഇറച്ചി കഷ്ണവും. നമുക്കെല്ലാം അറിയാവുന്ന ആ പഴയ കഥ ചാണക്യൻ പറഞ്ഞ ഈ തത്വത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഒരു ഇറച്ചി കഷ്ണവുമായി പുഴ കടക്കുകയായിരുന്നു ഒരു നായ. പുഴയിലെ വെള്ളത്തിൽ സ്വന്തം നിഴൽ കണ്ട നായ വിചാരിച്ചു അത് മറ്റൊരു നായയാണെന്നും അവൻ്റെ കയ്യിൽ ഇതിനേക്കാൾ വലിയ ഇറച്ചി കഷ്ണമുണ്ടെന്നും. കയ്യിലുള്ളത് ധ്രുവം ഉറപ്പുള്ളതായിരുന്നു, വെള്ളത്തിൽ കണ്ടത് അധ്രുവം നിഴൽ ഉറപ്പില്ലാത്തതായിരുന്നു. ആ വലിയ കഷ്ണം കിട്ടാനായി നായ വെള്ളത്തിലേക്ക് ചാടിക്കുരച്ചു. ഫലം: കയ്യിലുണ്ടായിരുന്ന ഇറച്ചി കഷ്ണം പുഴവെള്ളത്തിലൊലിച്ചുപോയി. നിഴലായി കണ്ട ഇറച്ചി കിട്ടിയതുമില്ല. ഗുണപാഠം: ഉറപ്പുള്ളതിനെ ഉപേക്ഷിച്ച് ഉറപ്പില്ലാത്ത മായയ്ക്ക് പിന്നാലെ പോയാൽ സർവനാശമായിരിക്കും ഫലം. ഈ പാഠം ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ഉപകാരപ്പെടും. അടുത്ത 14-ാമത്തെ ശ്ലോകം വിവാഹത്തെക്കുറിച്ചും കുലമഹിമയെക്കുറിച്ചുമുള്ള ചാണക്യൻ്റെ നിരീക്ഷണമാണ്.